ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ രണ്ടാമത്തെ ബുക്കിൻ്റെ മൂന്നാമത്തെ പാഠത്തിലാണ് ഉള്ളത്. ഇതിൽ നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളത് ഇസ്മു തഫ്സീലിനെ കുറിച്ചിട്ടാണ്. അതായത് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഒരു വിശേഷണത്തിൽ പങ്കുചേരുകയും ആ വിശേഷണത്തിൽ ഒന്ന് ഒന്നിനേക്കാൾ വർദ്ധിച്ചു വരികയും ചെയ്തത് അറിയിക്കാൻ അഫ്അലു എന്ന വസ്നിൽ ഉണ്ടാക്കപ്പെടുന്ന ഇസ്മാണ് ഇസ്മു തഫ്സീൽ. ഉദാഹരണം നോക്കിയേ. അൽ ഇൽമു അൻഫഉ മിനൽ മാലി. അറിവ് ധനത്തേക്കാൾ ഉപകാരപ്രദമാണ്. രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ? ഇൽമും മാലും. രണ്ട് കാര്യങ്ങൾ ഒരു വിശേഷണത്തിൽ പങ്കുചേർന്നു. ഏതാ വിശേഷണം? ഉപകാരപ്രദം, അൻഫഉ, അതിൽ പങ്കുചേർന്നു. എന്നാൽ ഒന്ന് മറ്റൊന്നതിനേക്കാൾ വർദ്ധിച്ചു വന്നു. ഏതാ? ഇൽമു മാലിനേക്കാൾ ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, അൽ ഇൽമു അൻഫഉ മിനൽ മാലി. കണ്ടോ? അൻഫഉ, അതാണ് അതിൽ ഇസ്മു തഫ്സീൽ. 4 രൂപത്തിൽ വരാറുണ്ട്. നമുക്കതെല്ലാം പഠിക്കേണ്ട. നഅത്തിൻ്റെ അഥവാ വിശേഷണത്തിൻ്റെ രൂപത്തിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് വരും, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട് വരും. ഓക്കെ. അഫ്അലു എന്ന വസനിലാണ് ഉണ്ടാകുന്നത്. ഇതിന് മുദക്കർ, മുഅന്നസ്, മുഫ്രദ്, ജമ് അങ്ങനെ ഒന്നും വ്യത്യാസമില്ല. എല്ലാത്തിനും അഫ്അലു എന്ന വസനാണുള്ളത്. പിന്നെ ഈ അഫ്അലു എന്ന വസന് മംനൂ മിനസ് സർഫാണ്. നമുക്കറിയാം തൻവീനിനെ സ്വീകരിക്കുകയില്ല. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ജമീലുൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, അജ്മലു ഏറ്റവും ഭംഗിയുള്ളത്, തവീലുൻ നീളമുള്ളത്, നീളം കൂടിയത്, അത്വലു ഏറ്റവും നീളം കൂടിയത്. ഇനി ഇതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അഫ്അലു എന്ന വസന് വെക്കുക, ശേഷം മിൻ എന്ന ഹർഫ് ജർ വെക്കുക. അപ്പോൾ അതിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രി ആകും. ഉദാഹരണം നോക്കിയേ. അന അക്ബറു മിൻക. ഞാൻ നിന്നേക്കാൾ വലിയവനാകുന്നു. അക്ബറു അഫ്അലു വസന് വെച്ചു, ശേഷം മിന്ന് വെച്ചു. അന മുബ്തദ, അക്ബറു ഖബർ, മിൻക ജറുൻ വ മജ്റൂറുൻ. ഹാമിദുൻ അത്വലു മിൻ ബിലാലിൻ. ഹാമിദ് ബിലാലിനേക്കാൾ ഉയരം കൂടിയവനാണ്, നീളം കൂടിയവനാണ്. ഹാമിദുൻ മുബ്തദ, അത്വലു ഖബർ, മിൻ ബിലാലിൻ ജാറുൻ വ മജ്റൂറുൻ. സൈനബു അസ്ഗറു മിൻ ഫാത്തിമത. സൈനബ് ഫാത്തിമയേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ ഇളയതാണ്. സൈനബു മുബ്തദ, അസ്ഗറു ഖബർ, മിൻ ഫാത്തിമത ജാറുൻ വ മജ്റൂറുൻ. ഫാത്തിമത മംനൂ മിനസ് സർഫ് ആയതുകൊണ്ട് ഫതഹയിൽ ജർ ചെയ്തു. അൽ അബ്നാഉ അത്വലു മിനൽ ബനാത്തി. ആൺകുട്ടികൾ പെൺകുട്ടികളെക്കാൾ ഉയരമുള്ളവരാണ്. അൽ അബ്നാഉ മുബ്തദ, അത്വലു ഖബർ, മിനൽ ബനാത്തി ജാറുൻ വ മജ്റൂറുൻ. ഇനി ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് വരുന്ന ഇസ്മു തഫ്ദീൽ മുലാഫായിരിക്കും. ശേഷം വരുന്ന നക്കിറ മുലാഫുൻ ഇലൈഹി ആയിരിക്കും. അഫ്അലു വസൻ എന്തായിരിക്കും? അത് മുലാഫായിരിക്കും. ശേഷം വരുന്ന നക്കിറയായിട്ടുള്ള ഇസ്മ മുലാഫുൻ ഇലൈഹി ആയിരിക്കും. ഉദാഹരണം നോക്കിയേ. ഇബ്രാഹിമു അഹ്സനു താലിബീൻ മിനൽ മദ്രസത്തി. ഇബ്രാഹിം മദ്രസയിലെ അല്ലെങ്കിൽ സ്കൂളിലെ ഏറ്റവും നല്ലവനായ വിദ്യാർത്ഥി ആകുന്നു. അഹ്സനു താലിബീൻ. അഹ്സനു ആണ് ഇവിടെ ഇസ്മു തഫ്ദീൽ. അതിന് ശേഷം നക്കിറയായിട്ടുള്ള ഒരു ഇസ്മ താലിബീൻ, അതെന്തായി? മുലാഫുൻ ഇലൈഹിയായി വന്നിരിക്കുന്നു. ഇബ്രാഹിമു മുബ്തദ, അഹ്സനു ഖബർ വഹുവ മുലാഫ്, താലിബിൻ മുലാഫുൻ ഇലൈഹി, മിനൽ മദ്രസതി ജാറുൻ വ മജ്റൂറുൻ. അൽ അസ്ഹറു അഖ്ദമു ജാമിഅത്തിൻ മിനൽ ആലമി. അൽ അസ്ഹർ എന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയാണ്. ഏറ്റവും പഴക്കം ചെന്ന. അഖ്ദമു അഫ്അലു വസന് ശേഷം ജാമിഅത്തിൻ എന്ന നക്കിറയായ ഒരു ഇസ്മു മുലാഫിൻ ഇലൈഹിയായി വന്നിരിക്കുന്നു. അൽ അസ്ഹറു മുബ്തദ, അഖ്ദമു ഖബർ വഹുവ മുലാഫ്, ജാമിഅത്തിൻ മുലാഫുൻ ഇലൈഹി, ഫിൽ ആലമി ജാറുൻ വ മജ്റൂറുൻ. അടുത്ത ഉദാഹരണം നോക്കിയേ. ഫാത്തിമത്തു അക്ബറു താലിബത്തിൻ ഫി ഫസ്ലിന. ഫാത്തിമ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥിനിയാകുന്നു. ഫാത്തിമത്തു മുബ്തദ, അക്ബറു ഖബർ വഹുവ മുലാഫ്, താലിബത്തിൻ മുലാഫുൻ ഇലൈഹി, ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ, ഫസ്ലി മുലാഫ്, ന മുലാഫുൻ ഇലൈഹി. ലാഖിന്ന എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ് അർത്ഥം. ലാഖിന്ന
5 അക്ഷരമുള്ളൊരു ഹർഫാണിത്, ഹർഫാണ്. ഓക്കെ, ഇത് ഇന്നയുടെ അഹവാത്തിൽ പെട്ടതാണ്, ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണ്. തൊട്ടുമുന്നുണ്ടായിരുന്ന ഒരു സംസാരത്തിൽ വന്ന ധാരണ തിരുത്തുക, അഥവാ ഒരു തെറ്റിദ്ധാരണ നീക്കം ചെയ്യുക എന്ന അർത്ഥത്തിൽ ഇതിനെ ഹർഫുൽ ഇസ്തിദ്റാഖ് എന്ന് വിളിക്കാറുണ്ട്. ഉദാഹരണം നോക്കിയേ, അൽ ബൈത്തു ജദീദുൻ ലാകിന്നൽ അസാസ ഖദീമുൻ. വീട് പുതിയതാണ് പക്ഷേ, അല്ലെങ്കിൽ വീട് പുതിയതാണ് പക്ഷേ, അൽ അസാസ ഖദീമുൻ, ഫർണിച്ചർ പഴയതാണ്. അപ്പോൾ വീട് പുതിയതാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, ഫർണിച്ചറും പുതിയതാണെന്ന് വിചാരിക്കും. ആ ഒരു തെറ്റിദ്ധാരണ നീക്കുകയാണ്. ലാക്കിന്ന പക്ഷേ, അൽ അസാസ ഖദീമുൻ, ഫർണിച്ചർ പഴയതാണ്, ഫർണിച്ചർ പഴയതാണ്. അൽ ബൈത്തു മുബ്തദ ജദീദുൻ ഖബർ. ലാക്കിന്ന എന്ന് പറഞ്ഞാൽ മിൻ അഖവാത്തി ഇന്ന, ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണ്. അൽ അസാസ എന്നത് ഇസ്മു ലാക്കിന്ന, ഇന്നയുടെ സഹോദരിമാരും. ഇന്നയുടെ ഒക്കെ പ്രത്യേകത എന്താ, ഇസ്മു, അതിൻ്റെ ഇസ്മു മൻസൂബാണ്, നെസ്ബ് ചെയ്തതായിരിക്കും. അസാസ, അൽ അസാസ എന്ന് പറഞ്ഞാൽ ഇസ്മു ലാക്കിന്ന മൻസൂബുൻ. ഖദീമുൻ എന്നത് ഖബറു ലാക്കിന്ന മർഫൂഉൻ. മറ്റൊരു ഉദാഹരണം, ബിലാലുൻ ഗനിയുൻ ലാകിന്നഹു ബഖീലുൻ. ബിലാൽ റിച്ചാണ്, ധനികനാണ്, പക്ഷേ അവൻ പിശുക്കനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ബിലാൽ ധനികനാണ്, അതുകൊണ്ട് നന്നായി മണിയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കും. പക്ഷേ അവൻ എന്താണ്, അവൻ പിശുക്കനാണ്. ആ ഒരു തെറ്റിദ്ധാരണ നീക്കം ചെയ്യുന്നു. ബിലാലുൻ മുബ്തദ ഗനിയുൻ ഖബർ ലാകിന്ന മിൻ അഖവാത്തി ഇന്ന. ഹു എന്നതാണ് ഇസ്മു ലാകിന്ന, ബഖീലുൻ എന്നത് ഖബറു ലാകിന്ന മർഫൂഉൻ. ബിലാലുൻ മുജ്തഹിദുൻ വലാകിന്ന ഹാമിദൻ കെസ്ലാനു. ബിലാൽ പരിശ്രമശാലിയാണ്, പക്ഷേ ഹാമിദ് മടിയനാണ്. ബിലാലുൻ മുബ്തദ മുജ്തഹിദുൻ ഖബർ വലാകിന്ന മിൻ അഖവാത്തി ഇന്ന. ഹാമിദൻ ഇസ്മു ലാകിന്ന മൻസൂബ്, കെസ്ലാനു ഖബറു ലാകിന്ന മർഫൂ. അത് മംനൂ മിന സർഫ് ആയതുകൊണ്ട് തൻമീനിനെ സ്വീകരിക്കുകയില്ല. അഖി മുതസവ്വിജുൻ വലാകിന്നി അസബുൻ. എൻ്റെ സഹോദരൻ വിവാഹിതനാണ്, പക്ഷേ ഞാൻ അവിവാഹിതനാണ്. അഖി എൻ്റെ സഹോദരൻ. അഖു മുബ്തദ വഹുവ മുളാഫ്, യാ മുതകല്ലിം മുദാഫുൻ ഇലൈഹി. മുതസവ്വിജുൻ ഖബർ വലാകിന്ന മിൻ അഖവാത്തി ഇന്ന. യാ മുതകല്ലിം ഇസ്മു ലാകിന്ന, അസബുൻ ഖബറു ലാകിന്ന. ഇസ്മു ലാകിന്ന, യാ മുതകല്ലിം എന്താണ്, ളമീർ മുത്തസിലാണ്, അത് മബനിയാണ്. അതുകൊണ്ട് നമുക്കവിടെ ഇസ്മു ലാകിന്ന നസ്ബിനെ നമുക്ക് സങ്കല്പിക്കാനേ സാധിക്കുകയുള്ളൂ. സയ്യാറത്തി ഖദീമത്തുൻ വലാകിന്നഹ ഖവിയ്യത്തുൻ. എൻ്റെ കാറ് പഴയതാണ്, പക്ഷേ അത് ശക്തമാണ്. സയ്യാറത്തി എൻ്റെ കാറ്. സയ്യാറത്തു മുബ്തദ വഹുവ മുളാഫ്, യാ മുതകല്ലിം മുദാഫുൻ ഇലൈഹി. ഖദീമത്തുൻ ഖബർ വലാകിന്ന ഇസ്മു മിൻ അഖവാത്തി ഇന്ന. ഹ എന്നുള്ളതാണ് ഇസ്മു ലാകിന്ന, ഖവിയ്യത്തുൻ ഖബറു ലാകിന്ന. ഇവിടെ ലാക്കിന്നയോടൊപ്പം ളമീർ മുത്തസിൽ ചേരുമ്പോൾ ഉള്ളതാണ്. ലാകിന്നഹു പക്ഷേ അവൻ, ലാകിന്നഹുമ പക്ഷേ അവർ രണ്ടുപേർ, ലാകിന്നഹും, ലാകിന്നഹ പക്ഷേ അവൾ, ലാകിന്നഹുമ, ലാകിന്നഹുന്ന, ലാകിന്നക പക്ഷേ നീ, ലാകിന്നകുമ, ലാകിന്നകും, ലാകിന്നകി, ലാകിന്നകുമ, ലാകിന്നകുന്ന, ലാകിന്നി അല്ലെങ്കിൽ ലാകിന്നനി പക്ഷേ ഞാൻ, ലാകിന്നന പക്ഷേ ഞങ്ങൾ, അല്ലെങ്കിൽ ലാകിന്ന രണ്ടും പറയാം. ഇനി കഅന്ന. കഅന്ന എന്ന് പറഞ്ഞാൽ എന്നതുപോലെ, ആയതുപോലെ എന്നാണ് അർത്ഥം. ഇത് ഇന്നയുടെ അഖവാത്തിൽ പെട്ടതാണ്, സഹോദരിമാരിൽ പെട്ടതാണ്. ഇത് ജുംലത്തുൽ ഇസ്മിയിൽ പ്രവേശിക്കുമ്പോൾ മുബ്തദ ഇസ്മു കഅന്നയാകും, ഖബറു കഅന്ന ആകും. ഓക്കെ, ഇനി മുബ്തദ ഖബറിനോട് സാദൃശ്യപ്പെടുന്നതിനാൽ ഇതിനെ ഹർഫു തഷ്ബീഹ് എന്ന് വിളിക്കുന്നു. കഅന്നൽ കിതാബ ഉസ്താദുൻ. പുസ്തകം ഒരു അധ്യാപകനെ പോലെയാകുന്നു, അല്ലെങ്കിൽ പുസ്തകം ഒരു അധ്യാപകനെ പോലെ തോന്നുന്നു. ഇവിടെ
അൽ കിതാബു എന്ന മുബ്തദയെ ഉസ്താദിനോട് സാദൃശ്യപ്പെടുത്തുന്നു. അതിനാൽ ഇതിനെ ഹർഫു തഷ്ബീഹ് എന്ന് വിളിക്കുന്നു. കഅന്ന എന്നത് ഹർഫു തഷ്ബീഹ് വ അഖവാത്തു ഇന്ന മിൻ അഖവാത്തു ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണ്. അൽ കിതാബ എന്നത് ഇസ്മു കഅന്ന ഉസ്താദുൻ ഖബറു കഅന്ന. ഇസ്മു കഅന്ന മൻസൂബുൻ ഖബറു കഅന്ന മർഫൂഉൻ. കഅന്നൽ ഖമറ മിസ്ബാഹുൻ ചന്ദ്രൻ ഒരു വിളക്ക് പോലെ തോന്നുന്നു. കഅന്ന എന്നുള്ളത് ഹർഫു തഷ്ബീഹ് വ മിൻ അഖവാത്തി ഇന്ന. അൽ ഖമറ ഇസ്മു കഅന്ന മൻസൂബുൻ മിസ്ബാഹുൻ ഖബറു കഅന്ന മർഫൂഉൻ. കഅന്നൽ ഇമാമ മരീദുൻ ഇമാം രോഗിയാണെന്ന് തോന്നുന്നു. കഅന്ന എന്നത് ഹർഫു തഷ്ബീഹ് വ മിൻ അഖവാത്തി ഇന്ന. അൽ ഇമാമ ഇസ്മു കഅന്ന മൻസൂബുൻ മരീദുൻ ഖബറു കഅന്ന മർഫൂഉൻ. മൻ ഹാദിഹിൽ ഫതാത്തു ഈ പെൺകുട്ടി ആരാണ്? കഅന്നഹ ഉഖ്തുക അവൾ നിന്റെ സഹോദരിയെപ്പോലെ തോന്നുന്നു. കഅന്ന എന്നത് ഹർഫു തഷ്ബീഹ് മിൻ അഖവാത്തി ഇന്ന. ഹ എന്നത് ഇസ്മു കഅന്ന. ഉഖ്തുക ഉഖ്തു ഖബറു കഅന്ന വഹുവ മുലാഫ് ക മുലാഫുൻ ഇലൈഹി. കഅന്നക മിനൽ ഹിന്ദി നീ ഇന്ത്യയിൽ നിന്നാണെന്ന് തോന്നുന്നു. കഅന്ന ഹർഫു തഷ്ബീഹ് മിൻ അഖവാത്തി ഇന്ന. ക ഇസ്മു കഅന്ന മിനൽ ഹിന്ദി ജാറുൻ വ മജ്റൂറുൻ ഖബറു കഅന്ന. ഇനി ഇതിലേക്ക് ദമീർ മുത്തസിൽ ചേരുമ്പോൾ കഅന്നഹു അവൻ എന്ന പോലെ. കഅന്നഹുമാ കഅന്നഹും കഅന്നഹ കഅന്നഹുമാ കഅന്നഹുന്ന കഅന്നക കഅന്നകുമാ കഅന്നകും കഅന്നകി കഅന്നകുമാ കഅന്നകുന്ന കഅന്നനി അല്ലെങ്കിൽ കഅന്നി കഅന്നന അല്ലെങ്കിൽ കഅന്ന. ഓക്കെ, എന്നെപ്പോലെ അല്ലെങ്കിൽ അത് എന്നെപ്പോലെ എന്നതുപോലെ എന്നൊക്കെ അർത്ഥം കിട്ടും. നമ്മൾ 1ഉം 2ഉം എണ്ണങ്ങൾ പഠിച്ചപ്പോൾ നഅത്തായിട്ട് അല്ലെങ്കിൽ സിഫയായിട്ടാണ് വരിക എന്നൊക്കെ പഠിച്ചു അല്ലേ. അൽ അദദുൽ വസ്ഫി അല്ലെങ്കിൽ അദാദുൽ വസ്ഫി ആയിട്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് 3 മുതൽ 10 വരെ അൽ അദദുൽ ഇലാഫി ഇലാഫത്ത് ചെയ്യപ്പെട്ട നിലയിൽ അങ്ങനെയാണ് പഠിച്ചത്. മുലാഫുൻ മുലാഫുൻ ഇലൈഹി ആയിട്ടാണ് വരിക. അതുകൂടാതെ എണ്ണത്തിൻ്റെ ബഹുവചന രൂപമാണ് ഉപയോഗിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി 11 മുതൽ 19 വരെയുള്ളത് എണ്ണത്തിനെ പറയുന്നത് അൽ അദാദുൽ മുറക്കബ എന്നാണ് പറയുക. അദാദുൽ മുറക്കബ എന്നാണ് പറയുന്നത്. കാരണം എണ്ണത്തിന് 2 ഭാഗങ്ങളുണ്ട്, 2 കൂടി ഘടിപ്പിച്ചിട്ടാണ് എണ്ണം വരിക. അപ്പോൾ ഇതിൽ എണ്ണപ്പെടുന്ന വസ്തു മഅദൂദ് എപ്പോഴും തമീസായിരിക്കും. തമീസിൻ്റെ പ്രത്യേകത എന്താ? തമീസ് മുഫ്രദാണ്, ഏകവചനമാണ്. അതുകൂടാതെ അത് മൻസൂബാണ്, നെസ്ബ് ചെയ്യപ്പെട്ട നിലയിലാണ്. ഓക്കെ, പിന്നെ 12ൻ്റെ ആദ്യ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം മബനികളാണ്. ബാക്കി 11 മുതൽ 10 വരെ എല്ലാം മബനികളാണ്. പിന്നെ 11ഉം 12ഉം എണ്ണവും എണ്ണപ്പെടുന്ന വസ്തുവും ഒരേ ജെൻഡറായിരിക്കും, സെയിം ജെൻഡറായിരിക്കും 11ഉം 12ഉം. ബാക്കി ഇതിൻ്റെ എണ്ണപ്പെടുന്ന വസ്തുവിൻ്റെ വിപരീത ഓപ്പോസിറ്റ് ജെൻഡറായിരിക്കും എണ്ണത്തിൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി വായിച്ചു വരുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മനസ്സിലാക്കാനായിട്ട് ഒന്നും കൂടി വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻഷാ അല്ലാഹ് എണ്ണത്തിലേക്ക് കടക്കാം. അഹദ അശറ കൗക്കബൻ 11 നക്ഷത്രങ്ങൾ. അഹദ അശറ കൗക്കബൻ എണ്ണപ്പെടുന്ന വസ്തു കൗക്കബൻ എന്താണ്? തമീസാണ്, മുഫ്രദാണ്. അതുപോലെ തന്നെ ഫതഹ കൊടുത്ത് അല്ലെങ്കിൽ ഫതഹത്തൈൻ കൊടുത്ത് നസ്ബ് ചെയ്തു. കൗക്കബൻ മുഫ്രദാണ്, ഏകവചനമാണ്. പിന്നെ സെയിം ജെൻഡർ 11ഉം 12ഉം സെയിം ജെൻഡർ ആയിരിക്കും, സെയിം ലിംഗമായിരിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. അഹദ അശറ കൗക്കബൻ 3ഉം മുദക്കർ, 2 ഭാഗമുണ്ട്. അഹദ അശറ എണ്ണത്തിന് 2 ഭാഗമുണ്ട്. അതുകൊണ്ട് അദാദുൽ മുറക്കബ്. ഇനി സ്ത്രീലിംഗമാകുമ്പോൾ 11 കാറുകൾ എന്നെങ്ങനെ പറയാ? ഇഹ്ദ അശറത്ത സയ്യാറത്തൻ. ഇഹ്ദ അശറത്ത സയ്യാറത്തൻ 11 കാറുകൾ. ഇനി 12 നക്ഷത്രങ്ങൾ എന്ന് പറയാ? ഇസ്ന അശറ കൗക്കബൻ, സെയിം ജെൻഡർ. അതിൽ ഇസ്ന എന്നുള്ളത് മബനിയല്ല, ബാക്കിയെല്ലാം മബനിയാണ്. ഇനി 12 കാറുകൾ എന്ന് പറയുമ്പോൾ ഇസ്നത അശറത്ത സയ്യാറത്തൻ, സെയിം ജെൻഡർ. 3 വാക്കും മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. ഇനി 13 നക്ഷത്രങ്ങൾ. സലാസത അശറ കൗക്കബൻ. സലാസത അശറ കൗക്കബൻ 13 നക്ഷത്രങ്ങൾ. സലാസത്ത കൗക്കബൻ മുദക്കറായപ്പോൾ എണ്ണത്തിൻ്റെ ആദ്യ ഭാഗം മുഅന്നസായി സലാസത്ത.
ഇനി 13 കാറുകൾ എന്ന് പറയുമ്പോൾ സലാസ അശറത്ത സയ്യാറത്തൻ, 14 നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അർബഅത്ത അശറ കൗക്കബൻ. എണ്ണത്തിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ എണ്ണത്തിൻ്റെ ആദ്യ ഭാഗവും ത്തിൽ വന്നിരിക്കുന്നു. അർബ അശറത്ത സയ്യാറത്തൻ 14 കാറുകൾ, ഹംസത അശറ കൗക്കബൻ 15 നക്ഷത്രങ്ങൾ, ഹംസ അശറത്ത സയ്യാറത്തൻ 15 കാറുകൾ, സിത്തത അശറ കൗക്കബൻ 16 നക്ഷത്രങ്ങൾ, സിത്ത അശറത്ത സയ്യാറത്തൻ 16 കാറുകൾ, സബഅത അശറ കൗക്കബൻ 17 നക്ഷത്രങ്ങൾ, സബ അശറത്ത സയ്യാറത്തൻ 17 കാറുകൾ, സമാനിയത്ത അശറ കൗക്കബൻ 18 നക്ഷത്രങ്ങൾ, സമാനി അശറത്ത സയ്യാറത്തൻ 18 കാറുകൾ, തിസ്അത അശറ കൗക്കബൻ 19 നക്ഷത്രങ്ങൾ, തിസ്അ അശറത്ത സയ്യാറത്തൻ 19 കാറുകൾ. അപ്പോൾ എണ്ണത്തിൻ്റെ റൂള് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണപ്പെടുന്ന വസ്തു തമീസാണ്, അതായത് മുഫ്രദാണ്, അതുപോലെ തന്നെ നെസ്ബു ചെയ്യപ്പെട്ടതാണ്. ഇവിടെയെല്ലാം ഫതഹത്തേൻ കൊടുത്ത് നെസ്ബു ചെയ്തിരിക്കുന്നു. അതുപോലെ ഇത് മുഫ്രദാണ്. ഇനി 13 മുതൽ 19 വരെ എണ്ണപ്പെടുന്ന വസ്തു മുദക്കറായപ്പോൾ എണ്ണത്തിൻ്റെ ആദ്യ ഭാഗം മുഅന്നസായി. എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസായപ്പോൾ എണ്ണത്തിൻ്റെ ആദ്യ ഭാഗം മുദക്കർ ആയതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 20, 30, 40, 50, 60, 70, 80, 90 എന്നീ എണ്ണങ്ങളെ അൽഫാദുൽ ഉഖൂദ് എന്ന് വിളിക്കുന്നു. ഇത് ഒറ്റ പദമാണ്. അത് ജമു മുദക്കർ സാലിമിൻ്റെ പോലെയാണ്. അപ്പോൾ ഇതിന് ആൺ പെൺ വ്യത്യാസം ഇല്ല. ഇത് എണ്ണപ്പെടുന്ന വസ്തു മഅദൂദെല്ലാം തമീസാണ്. ഇത് മുഅറബാണ്, അത് മബനി അല്ല, മുഅറബാണ്. ഇവിടെ നോക്കിയേ, ഇശ്റൂന, സലാസൂന, ഇഷ്റൂന എന്ന് പറഞ്ഞാൽ 20, സലാസൂന 30, അർബഊന 40, ഹംസൂന 50, സിത്തൂന 60, സബഊന 70, സമാനൂന 80, തിസ്ഊന 90. ഇവയെല്ലാം വാവ് കൊണ്ട് റഫ് ചെയ്തിരിക്കും. ഊന അല്ല, സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ വാവ് ഉണ്ടല്ലോ, ആ വാവ് കൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു. മർഫൂഉൻ ബിൽ വാവി, വാവ് കൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു. ഇനി നെസ്ബോ ജെറോ ചെയ്യുന്ന സമയത്ത് യാ കൊണ്ടായിരിക്കും. ഇശ്രീന അതും 20, സലാസീന 20, 30, അർബഈന 40, ഹംസീന 50, സിത്തീന 60, സബഈന 70, സമാനീന 80, തിസ്ഈന 90. അത് മജ്റൂറും ബിൽ യാഇ, മൻസൂബും ബിൽ യാഇ, നെസ്ബും ജറും ചെയ്യുന്നത് യാ കൊണ്ടാണ്, റഫ് ചെയ്യുന്നത് വാവ് കൊണ്ട് ആയിരിക്കും. ഖ എന്ന് പറഞ്ഞാൽ പോലെ. ഈ ഖ എന്ന വാക്ക് ഹർഫു ജറാണ്. കദാലിക അതുപോലെ. ഖ ഹർഫു ജർ, ദാലിക ഇസ്മു മജ്റൂർ. ഇനി നെഗറ്റീവായൊരു ചോദ്യം, നെഗറ്റീവായിട്ടുള്ളൊരു ചോദ്യത്തിന് ഇസ്തിഫാമുൽ മൻഫി എന്നാണ് പറയുക. നെഗറ്റീവായ ചോദ്യത്തിന് പോസിറ്റീവായ ഉത്തരമാണെങ്കിൽ അതിന് നമ്മൾ പറയുക അതെ എന്ന ഉത്തരം കിട്ടാൻ നമ്മൾ പറയുക ബല എന്നാണ്. ബല, അതെ. ഇനി അല്ല എന്ന് പറയണമെങ്കിലോ നഅം എന്നാണ്. ഓക്കെ, നഅം എന്ന് പറഞ്ഞാൽ അവിടെ അല്ല എന്നാണ് അർത്ഥം. നെഗറ്റീവായ ചോദ്യത്തിന് നഅം എന്ന ഉത്തരം വന്നാൽ അല്ല എന്നും, ബല എന്നാണെങ്കിൽ അതെ എന്നും ആണ് മറുപടി കൊടുക്കേണ്ടത്. അതേ എന്നുത്തരം കൊടുക്കണമെങ്കിൽ ബല. നോക്കിയേ, അലൈസ കദാലിക, അതുപോലെ അല്ലേ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബല, അതേ എന്നാണ്. നമ്മളെ സൂറത്തുൽ മുൽക്കിലൊരായത്, അലം യഅതികും നദീറുൻ, നിങ്ങളുടെ അടുത്തൊരു താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാ? ബല, അതേ. അതുപോലെ അതതു തർത്തീബ് ഉണ്ട്, അതായത് ഓർഡിനറി നമ്പർ ഉണ്ടല്ലോ, ക്രമ നമ്പറുകൾ. അതായത് ഒരു വസ്തുവിൻ്റെ ക്രമത്തെ ആ ഒരു ക്രമം ഉണ്ടല്ലോ, പൊസിഷൻ, അതിനെ വർണ്ണിക്കുന്ന നമ്പറാണിത്. ഫായിലുൻ എന്ന പാറ്റേണിലാണ് ഇത് വരുന്നത്. ഇത് നക്കിറ ആയും വരും, മാരിഫയായിട്ടും വരും. ഇത് നാത്തായിട്ടാണ് വരിക. എണ്ണവും എണ്ണപ്പെടുന്നതും ഒരേ ജെൻഡർ ആയിരിക്കും, ഒരേ ലിംഗം ആയിരിക്കും. നോക്കിയേ, അദ്ദർസുൽ അവ്വലു, ഒന്നാമത്തെ മുറി മുദക്കറാണ്. ഇനി മുഅന്നസാവുമ്പോൾ ഒന്നാമത്തെ മുറിയല്ല കേട്ടോ, ഒന്നാമത്തെ പാഠം. അൽ ഉർഫത്തുൽ ഊല, ഒന്നാമത്തെ മുറി. ഇനി ഒന്നാമത്തെ കാറാണെങ്കിലോ അസ്സയാറത്തുൽ ഊല. അങ്ങനെയൊക്കെ
മുഅന്നസ് ആവുമ്പോൾ ഇങ്ങനെയും വരും, മുദക്കറാകുമ്പോൾ ഒന്നാമത്തെ കോളത്തിലുള്ളതുപോലെ വരും. അദ്ദർസു സാനി രണ്ടാമത്തെ പാഠം. അൽ ഖുർഫത്തു സാനിയത്തു രണ്ടാമത്തെ മുറി. അദ്ദർസു സാലിസു മൂന്നാമത്തെ പാഠം. അൽ ഖുർഫത്തു സാലിസത്തു മൂന്നാമത്തെ മുറി. അദ്ദർസു റാബിഉ നാലാമത്തെ പാഠം. അൽ ഖുർഫത്തു റാബിഅത്തു നാലാമത്തെ മുറി. അദ്ദർസുൽ ഖാമിസു അഞ്ചാമത്തെ പാഠം. അൽ ഖുർഫത്തുൽ ഖാമിസത്തു അഞ്ചാമത്തെ മുറി. അദ്ദർസു സാദിസു ആറാമത്തെ പാഠം. അൽ ഖുർഫത്തു സാദിസത്തു ആറാമത്തെ മുറി. അദ്ദർസു സാബിഉ ഏഴാമത്തെ പാഠം. അൽ ഖുർഫത്തു സാബിഅത്തു ഏഴാമത്തെ മുറി. അദ്ദർസു സാമിനു എട്ടാമത്തെ പാഠം. അൽ ഖുർഫത്തു സാമിനത്തു എട്ടാമത്തെ മുറി. അദ്ദർസു താസിഉ ഒമ്പതാമത്തെ പാഠം. അൽ ഖുർഫത്തു താസിഅത്തു ഒമ്പതാമത്തെ മുറി. അദ്ദർസുൽ ആഷിറു പത്താമത്തെ പാഠം. അൽ ഖുർഫത്തുൽ ആഷിറത്തു പത്താമത്തെ മുറി. ഇനി ഇസ്മു തഫ്ദീലിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ കൂടി. ആൺ പെൺ ഏകവചന ബഹുവചനം എല്ലാത്തിനും അഫ്അലു എന്നൊരു വസനാണ് ഇസ്മു തഫ്ദീലിൽ ഉപയോഗിക്കുക. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഇസ്മു തഫ്ദീൽ നാത്തായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഫുഅല എന്ന മുഅന്നസ് വസനം സ്വീകരിക്കാറുണ്ട്. അല്ലദീ യസ്ലന്നാറൽ കുബറ കുബറ കണ്ടോ, അൽ കുബറ. അപ്പോൾ അവിടെ ഏത് വസന്? ഫുഅല എന്ന വസനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കുബറ. ഓക്കെ. ഇനി ഇവയുടെ ഷർറ് ഖൈർ അതിൻ്റെയൊക്കെ ഇസ്മു തഫ്ദീൽ അഫ്ദലു എന്ന രൂപത്തിലേക്ക് മാറില്ല, അത് തന്നെ ഇസ്മു തഫ്ദീലായിട്ട് വരും. അപ്പോൾ ചില ഇസ്മു തഫ്ദീലിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കാൻ ശേഷം തമീസ് വരാറുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പാഠങ്ങളിൽ ഇത് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് പാഠം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.